സപ്പോർട്ട് ചെയ്യാൻ ഇത് ഗുഡ് മോർണിംഗ്. ആരും പേടിക്കരുത്, രാവിലെ എണീറ്റ് വരുന്ന വരിക. ലൈറ്റൊക്കെ ഇടട്ടെ. എന്നിട്ട് ഇവിടുത്തെ ഹീറ്ററൊക്കെ നമ്മൾ ഓൺ ചെയ്യണം കേട്ടോ, കാരണം രാവിലെ എണീറ്റ് വരുമ്പോഴത്തേനും ഇവിടെയൊക്കെ തണുത്തായിരിക്കും കിടക്കുക. രാത്രിയിൽ നമ്മൾ ഹീറ്റർ എല്ലാം ഓഫ് ചെയ്തിട്ടാട്ടോ കിടക്കുക, കാരണം വെറുതെ കറണ്ട് ചാർജ് കളയണ്ടല്ലോ എന്ന് എത്തി. തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു മോർണിംഗ് ടൈം, ഒരു മോർണിംഗ് റൂട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മ എന്നെ കണ്ടിട്ട് എനിക്ക് എന്നെ വീഡിയോ തന്നു. സാരമില്ല. അപ്പോൾ എന്താ പറയുക, ഇന്നെനിക്ക് ഷിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നെനിക്ക് ഒരു ലേറ്റ് ഷിഫ്റ്റാണ്. ലേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ സത്യം പറഞ്ഞാൽ എണീക്കാൻ മടിയുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. ഇപ്പം തന്നെ ഇവിടെ 10 മണിയായിട്ടോ. എണീറ്റ് പതുക്കെ വരുന്നേ ഉള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറ്റം പറഞ്ഞാൽ മതി. താമസിച്ച് എണീക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എണീക്കാൻ പറ്റണ്ടേ, വെട്ടം വീഴുമില്ല, തണുപ്പുമാണ്. അപ്പോൾ നമുക്കിങ്ങനെ കിടന്നുറങ്ങാൻ തോന്നും. യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ മോർണിംഗ് റൊട്ടീനിലേക്ക് പോയാലോ. വലിയ കാര്യമായിട്ടുള്ള റൊട്ടീൻസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്കങ്ങനെ ഭയങ്കരമായ സ്കിൻ കെയറോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. എന്നാലും നമുക്ക് നമ്മുടെ മോർണിംഗ് റൊട്ടീനിലേക്ക് പോകട്ടോ. വാ, നമുക്ക് പല്ല് തേക്കൽ പ്രക്രിയയിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണ് എന്തോന്ന് പ്രാന്താണ് പല്ലേക്കുന്നതൊക്കെ കാണിച്ചു തരുന്നത്. പക്ഷെ എന്നാലും മോർണിംഗ് റൊട്ടീൻ എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം വരില്ലേ. യെസ്, പല്ലിടാം. കുറച്ച് പല്ല് പേസ്റ്റ് എടുക്കാം. നമ്മുടെ പേസ്റ്റ് കോൾഗേറ്റ്. ഞാൻ പല്ലെടുത്ത വളരെ വൃത്തികേടായിരിക്കും, ക്ഷമിക്കാം. ഫേസ് വാഷ് ചെയ്യുന്നത് തീർന്നു. ആക്ച്വലി അടുത്ത തവണ സ്റ്റേ പോകുമ്പോൾ വേണം വാങ്ങാൻ. ഫേസ് വാഷ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് ഈ ക്യാമറയിൽ വെക്കാനുള്ള സ്പേസ് അറിയില്ല. അങ്ങനെ ഫേസ് എല്ലാം വാഷ് ചെയ്തു. നമുക്കിനി ഒന്ന് ഡ്രൈ ചെയ്തിട്ട് കേട്ടോ. നല്ല ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞാപ്പ എണീറ്റു, ചേട്ടായി എണീറ്റിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ക്രീം ഇതാണ് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ട്. പല പല ക്രീമുകൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. മെയിൻലി ഈ കുരു വന്ന സമയത്ത്, അതായത് മുഖക്കുരു ഇങ്ങനെ വന്ന സമയത്ത്. പക്ഷെ ഒന്നും എനിക്ക് വർക്കായില്ല. ആകെപ്പാടെ വർക്കായിട്ടുള്ള സാധനം ഇതാ. ഇത് ചിലപ്പോഴൊക്കെ അസ്റ്റേയിൽ കിട്ടാറുമില്ല. അപ്പോൾ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത് വാങ്ങിക്കും കേട്ടോ. കാരണം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എന്താ പറയുക, മുഖത്ത് കുരു വരുന്നത് അല്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കുരു വന്ന പാടൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ എന്താ പറയുക, ന്യൂ പിമ്പിൾസ് വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യുന്ന രീതിയൊന്നും കറക്റ്റ് അല്ലായിരിക്കും. എനിക്ക് വലിയ ധാരണയില്ലാത്ത ഒരു സംഭവമാണ് മേക്കപ്പ് എന്ന് പറയുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ ഒരു ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതെൻ്റെ വർക്ക് ചെയ്യുന്നിടത്ത് എൻ്റെ ഒരു കൊളീഗ്സ് റെക്കമെൻഡ് ചെയ്തതാണ് ഈ സാധനം. മുഖത്ത് നല്ല പിമ്പിൾസും ഒരു പിമ്പിൾസ് വന്ന പാടുമൊക്കെ ഉള്ളതുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു ഈ ഒരു സാധനം യൂസ് ചെയ്ത് നോക്ക്, മാറ്റം വരുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു എഫക്റ്റീവ് ആണെന്ന് തോന്നിയൊരു സാധനമാണിത്. തീർന്നു, ഇനി അടുത്ത് വാങ്ങണം. യൂസ് ചെയ്തിട്ട് നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെന്നും രാവിലെ വൈകിട്ടും യൂസ് ചെയ്യാറുണ്ട്. കുറച്ചെടുക്കാം മതി. വരാടാ. അപ്പം അവനവിടെ ബഹളം വെച്ച് തുടങ്ങിയിരിക്കുന്നു. ഗായ്സ്, നമുക്ക് പോകണം പെട്ടെന്ന്. ഇതെല്ലാം മൊത്തത്തിൽ നമുക്ക് മുഖത്ത് മുടി ഇത് ഉപയോഗിക്കുന്ന രീതികളൊന്നും ചിലപ്പോൾ കറക്റ്റ് അല്ലായിരിക്കും. അതുകൊണ്ട് അതായത് ഞാനിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന രീതി ചിലപ്പോൾ കറക്റ്റ് അല്ലായിരിക്കും. ജസ്റ്റ് ഞാനിങ്ങനെ ടാപ്പൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യും, ഒരു ലിപ് ബാമും കൂടെ ഉപയോഗിക്കും കേട്ടോ. അത് നമ്മുടെ വാസലിൻ്റെ ഒരു ലിപ് ബാം. ഓക്കെ, ഇനി ഞാൻ പോയി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകട്ടെ, ഇല്ലെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും. ഗൈസ്, ഞാൻ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇവിടെ ഒരുത്തൻ ബഹളം വെച്ച് നടക്കുവാണേ. അല്ലിശങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. വേണ്ട, എൻ്റെ സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ പോയി പുള്ളി വർത്താനം പറയുന്നു. ഇതാണ് നമ്മുടെ അല്ലൂസ്. വർത്താനം പറയാം അല്ലൂസേ, ഒന്ന് വർത്താനം പറയടോ, ഒന്ന് വന്നേ. ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞിപ്പാച്ചി. ഞാൻ കുഞ്ഞിപ്പാച്ചി എന്നൊക്കെ വിളിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ. എനിക്ക് തോന്നുന്നു പേരാ വിളിക്കുന്നത്. വാ വാ, ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. ഹായ്. ഒരു ഫ്ലൈങ് കിസ് കൊടുക്കാം. ഉമ്മ ഉമ്മ. മീറ്റിക്കൻ മീറ്റിക്കൻ മീറ്റിക്കൻ. ഇവന്റെ പേര് അല്ലു എന്നാട്ടോ. ഞങ്ങള് മതിയടോ, ഒരെണ്ണം കൊടുക്കാൻ പറയുമ്പോ, ഒരു പൂ കൊടുക്കാൻ പറയുമ്പോ പൂക്കാലം തന്നെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവന്റെ പേരാട്ടോ അല്ലൂസ് എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. ശരിക്കുള്ള പേര് ഏഡൻ എന്നാണ് കേട്ടോ.
ആഹാ എന്നിട്ട് അത് തോട്ടണ്ടാ നീ സോഫാക്കി കളയിപ്പിക്കുമാറും. ഓക്കെ നമുക്ക് എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അല്ലേ? ഞം 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 ഉണ്ടാക്കിയാലോ? ഞം ഞം നീ പോയി കളിച്ചോ വാ. ഇത് കണ്ടോ ഇവൻ്റെ കളിപ്പാട്ടങ്ങൾ തട്ടിയിട്ട് സത്യത്തിൽ ഇവിടെ നടക്കാൻ സ്പേസ് ഇല്ല. എത്ര അടുക്കി വെച്ചാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതിങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ. അത് ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഈ ഗോതമ്പ് മാവ് കുഴച്ച് വെച്ചു. എന്നിട്ട് ഇന്ന് രാവിലെ അതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കണം കേട്ടോ. നിങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഗോതമ്പ് ദോശ തലേ ദിവസം നനച്ചെന്ന് വെച്ചാൽ കുഴച്ച് വെച്ചിട്ട് രാവിലെ എടുത്ത് ദോശ ഉണ്ടാക്കാറുണ്ടോ? ദോശ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഗ്രീൻ പീസ് കറീൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇനി വേറെ വലിയൊരു ടാസ്ക് ഉണ്ട്. അല്ലൂസിനെ ഇത് കഴിപ്പിച്ചെടുക്കണം. അവനിത് കഴിക്കുമോയെന്ന് അറിയില്ല, ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഇരിക്കുകയാണേ. ഇനിയും കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ. പക്ഷെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടേ. ഹോസ്പിറ്റലിൽ പിന്നെ ഇതേ ആ കാണുന്നത് ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട്. പെട്ടെന്ന് ഓടി അങ്ങ് കയറാം എത്ര മഴ പെയ്താലും. കുറച്ച് നേരം എടുത്ത് മഴയെല്ലാം ആസ്വദിച്ച് നമുക്കിങ്ങനെ നിൽക്കട്ടെ. എന്തായാലും നമുക്ക് സമയമുണ്ടല്ലോ എന്ന്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. തണുപ്പേ ഇല്ല. അതായത് നമ്മുടെ എന്താ പറയുക, തണുപ്പില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ചെറിയൊരു ഇളം തണുപ്പ്. നമ്മുടെ മൂന്നാർക്ക് പോകുമ്പോൾ ഒരു ഇതില്ലേ ഒരു ക്ലൈമറ്റ്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡ്യൂട്ടിയാ ലൈറ്റ് 1 മണിക്ക് തുടങ്ങുള്ളൂ. ചേച്ചി എന്തേ ഡ്യൂട്ടിയാണോ? ആ ശരി ഓക്കെ. ഓ ഗായ്സ്, ഞാൻ യൂണിഫോം തേച്ചിട്ടില്ല. കമോൺ. സത്യം പറയല്ലേ, എനിക്ക് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ യൂണിഫോം അങ്ങനെ എപ്പോഴും ഒന്നും തേക്കാറില്ല കേട്ടോ. എന്നാൽ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ ഈ യൂണിഫോം നേരെ എടുത്ത് ഡ്രയറിലിടും. ഓൾറെഡി ഇപ്പം വാഷിങ് കഴിഞ്ഞതാണെങ്കിൽ ഞാൻ അപ്പോഴേ എടുത്ത് ഞാൻ ഹാങ്ങറിലിടും കേട്ടോ. അതല്ല ഞാനപ്പം വാഷിങ് കഴിഞ്ഞിട്ട് ഡ്രയറിലും ഉണങ്ങിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും മറന്നു പോവുകയാണെങ്കിൽ ഞാനത് ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വീണ്ടും എടുത്ത് ഡ്രയറിലിടും. എന്നിട്ടൊരു എന്താ പറയുക, കുറച്ച് നേരം ഇരുന്ന് അത് കറങ്ങി കഴിയുമ്പോഴത്തേനും അത് തേച്ച് നല്ല സെറ്റായതുപോലെ ഇരിക്കും. മടിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. എന്നിട്ട് ഡ്രയറിന് ഓണാക്കി കൊടുക്കുക. ഒരു ലോക്കും കൂടി ഇട്ട് കൊടുക്കുക. കാരണം അല്ലൂസ് എപ്പോഴും വന്ന് ഡ്രയറും വാഷിംഗ് മെഷീനൊക്കെ ഓണാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ലോക്ക് ചെയ്തിട്ടാണ് ചെയ്യുക. പിന്നെ കുറച്ച് നേരം TV കാണാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല. ഒരു മിസ് റാച്ചൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് കേട്ടോ. പക്ഷേ അത് കാർട്ടൂൺ പോലെ അല്ല കേട്ടോ. അതിൽ കുറേയൊക്കെ പിള്ളേർക്ക് ലേൺ ചെയ്യാനുണ്ട്. ഇതുണ്ടത് ഇതാ ചാനൽ. ശരിക്കും പറഞ്ഞാൽ ഇത് കാർട്ടൂൺ പോലല്ല. ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഓരോരുത്തർ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതൊക്കെ. ഇവൻ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചാനൽ കണ്ടിട്ട് ഇവൻ ഇതിൽ പറയുന്നതൊക്കെ ആ പാട്ടും ഒക്കെ ഇവൻ പാടാറുണ്ട് കേട്ടോ. അതിൻ്റെ ട്യൂണായിട്ട് 1 2 3 ഒക്കെ അവൻ ഈ ഇത് കണ്ടിട്ടാണ് പഠിച്ചത്. അവനിപ്പം ഇത് കേട്ടോ, ഇതാണ് കക്ഷിയുടെ ഇപ്പോഴത്തെ ജോലി. ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇവന് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് അവൻ കഴിച്ച് അവൻ മടുത്ത് കഴിയുമ്പോഴത്തേനും അവനിത് അവൻ്റെ കളിപ്പാട്ടങ്ങൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല സേ എടാ കുറച്ചൊക്കെ നീ നിന്ന് കാണടാ. ബോൾ യാ കണ്ടാ, ബോൾ എന്നൊക്കെ പറയും അവരതിൽ കാണിക്കുന്നതൊക്കെ അവനിങ്ങനെ പറയും. ഭയങ്കര ഹാപ്പിയായി കക്ഷിക്ക്. മിസ് റൈച്ചലിനെ കണ്ടാണ് എന്നും രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവൻ്റെ മിസ് റൈച്ചലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതങ്ങ് വെച്ച് കൊടുത്താൽ മതി, പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ എല്ലാം പഠിപ്പിക്കുകയാണ്. പിന്നെ ഓരോന്നും പിള്ളേരെ ഈ സൗണ്ടും കണ്ടോ, ഇങ്ങനെയൊക്കെ ഓരോന്നും ലേൺ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ മിസ് റൈച്ചലിൻ്റെ ചാനലിൽ. മറ്റേ കാർട്ടൂൺ പോലല്ല കേട്ടോ. കാർട്ടൂൺ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഒന്നെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വെറുതെ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ലേൺ ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ലായിരിക്കുമല്ലോ. പക്ഷെ ഇത് നല്ല ഒരു ഇതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുക്കണേക്കാളും നല്ല എന്താ പറയുക, ക്യൂട്ടായിട്ട് ഭയങ്കര പിള്ളേർക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഈ മിസ് റൈച്ചൽ പറഞ്ഞു കൊടുക്കുന്നത്. TV എല്ലാം കണ്ടു, കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചു. ഇനി നമുക്ക് റെഡി ആവാം കേട്ടോ. ഇപ്പം തന്നെ സമയം ഇവിടെ 12:15 ഇനിയും റെഡി ആയില്ലെങ്കിൽ ഞാൻ നന്നായിട്ട് താമസിക്കും.
യാ ലെറ്റ്സ് ഗോ. പ്രത്യേകിച്ച് മേക്കപ്പുകളൊന്നും ചെയ്യാനില്ല കേട്ടോ. ഓൾറെഡി രാവിലെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എല്ലാം ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും മേക്കപ്പ് ചെയ്യാതെ ഉണ്ടോ ഡ്യൂട്ടിക്ക് പോകുന്നേ. യാ ഇനി മുടി ഒന്ന് കെട്ടി വെക്കണം. അപ്പോൾ അങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ട് മുടിയെല്ലാം കെട്ടി നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ മുടി മേലിൽ കെട്ടി വെക്കാനായിട്ട് ഇഷ്ടം. കുറച്ച് മുടിയുള്ള ആൾക്കാർക്കുണ്ടല്ലോ മുടി വേണമെങ്കിൽ അഴിച്ചിടാം, അല്ലെങ്കിൽ അതായത് നമ്മുടെ ഈ യൂണിഫോം കോളറിൻ്റെ മേളിലാണ് ആ മുടി നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഴിച്ചിടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു നെയിം ബാഡ്ജ് ഉണ്ട്. നെയിം ബാഡ്ജും കൂടെ നമ്മൾ നെയിം ബാഡ്ജ് യൂസ് ചെയ്യുന്നവരുണ്ട്, പിന്നെ അതല്ലെങ്കിൽ ID കാർഡ് ഇടുന്നവരുണ്ട് കേട്ടോ. ഞാൻ ID കാർഡായിരുന്നു നോർമലി ഇട്ടുകൊണ്ടിരുന്നത്, പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നെയിം ബാഡ്ജിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു ലിപ്സ്റ്റിക്ക് ചില സമയത്തൊക്കെ ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത്. ഇത് ബോബി ബ്രൗണിൻ്റെ ഒരു ഹേർട്ട് കൊക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അത് ചില സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യും കേട്ടോ. ഒരു ഫ്രഷ്നെസ് കിട്ടിക്കോട്ടെ എന്ന് എഴുതി ഒരല്പം ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ വെക്കണമല്ലോ. യാ അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു എന്താ പറയുക ഒരു ഫ്രഷ് ഫീൽ ആവും. പിന്നെ നമുക്ക് മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. മുഖം നല്ല ഡാമേജ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ്. എൻ്റെ യൂണിഫോം കണ്ടു ഗൈസ്, അയൺ ചെയ്തിട്ടില്ല എന്ന് ആരെങ്കിലും പറയും. എന്താണ് ഡ്രയറിൻ്റെ ഒരു പവറേ. ഓൾ സെറ്റ് ടു ഗോ. പോവാൻ ടൈം ആവും തോറും എനിക്ക് മടിയാവുകയാണ് ഗൈസ്. ചേട്ടാ ഞാൻ പോവാണേ. ബൈ അലിസ. ബൈ അലിസ. ബൈ. മഴ പെയ്യുന്നുണ്ട് ചേട്ടാ പുറത്ത്? കാറ്റുണ്ടോ? ഓക്കെ. എനിവേ നമുക്ക് പെട്ടെന്നൊക്കെ കയറാം. 2 മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ. വാർഡിലെത്തി കഴിയുമ്പോൾ ഈ മടിയൊക്കെ മാറുവേ, പക്ഷെ അതുവരെ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. എന്താ ലൈറ്റ് ഒന്നും തൊളയാതെ? കാറ്റുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് മഴയില്ല കേട്ടോ. നല്ല വെളിച്ചവും കേട്ടോ. ഓക്കെ. ആ ഇരുട്ടത്ത് നിന്ന് നോക്കുമ്പോൾ മുഖത്തിന് വല്ലാത്തൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. പുറത്ത് വന്നപ്പോഴത്തേനും മുഖം ഓക്കെ. അല്ലത്തത് അവിടെ നിന്ന് നോക്കുന്നു ഗായ്സ്, ജനൽ വഴി ആളുകളൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ഞാനിന്ന് താമസിച്ചിട്ടില്ല. സാധാരണ എങ്ങനെയാണെന്ന് അറിയാമോ, എപ്പോഴും ഞാനാട്ടോ ലേറ്റ് ആവുന്നത്. തൊട്ടടുത്ത് അല്ലെങ്കിൽ അങ്ങനെയാണ്, തൊട്ടടുത്ത് എടുക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ലേറ്റായിട്ട് വരുന്നത്. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ അക്കോമഡേഷൻ്റെ സൈഡിൽ. അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് അവിടെ വണ്ടി വെയിറ്റ് ചെയ്ത് തന്നിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ടുള്ള ഒരു റോഡാണ് കേട്ടോ. ഹായ്. ഹലോ. നമ്മളിങ്ങനെ ഇവരോടൊക്കെ സംസാരിക്കും. ഇത് എൻ്റെ പുറകിൽ വരുന്നത് ഇതിവിടുത്തെ ആംബുലൻസിൻ്റെ ടീമാണ് കേട്ടോ. ആ പച്ച യൂണിഫോം ഇട്ട് വരുന്നത് ട്രാൻസ്പോർട്ട് ടീമാണ്. ഈ പേഷ്യൻസ് ഒക്കെ ഡിസ്ചാർജ് ആണെങ്കിൽ ഇവിടെ ആംബുലൻസിലൊക്കെയാണ്, അതായത് ഇവിടെ അതൊരു ടീമാണ്. ആംബുലൻസിലാണ് പേഷ്യൻസിനെ വീട്ടിലേക്ക് ട്രാൻസ്പോർട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഡിസ്ചാർജ് ലോഞ്ചായി എൻ്റെ ബാക്കി കാണുന്ന ഈ ഒരു സ്പേസ് കേട്ടോ. ഇപ്പോൾ പേഷ്യൻസ് ഒക്കെ ആരെങ്കിലും ഡിസ്ചാർജ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ വാർഡിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ പേഷ്യൻസിന് നമ്മൾ ഡിസ്ചാർജ് ലോഞ്ചിലേക്ക് രാവിലെ തന്നെ മൂവ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഡിസ്ചാർജ് പോകാനായിട്ട്. അപ്പോൾ വണ്ടിയൊക്കെ അതായത് അവരുടെ ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ആ സൈഡിൽ നിന്നായിരിക്കും. അപ്പം കുറച്ചുകൂടി ഈസി ആയിരിക്കും പേഷ്യൻസിനെ. പിന്നെ ഫാർമസിയിൽ നിന്നാണെങ്കിലും മെഡിക്കേഷനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് എളുപ്പത്തിന് കിട്ടുകയും ചെയ്യും. ഇതൊരു ഓട്ടോമാറ്റിക് ഡോറൊക്കെ തുറന്ന് നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് കയറി കേട്ടോ. യെസ്, ഇവിടെ എല്ലാം ഹോസ്പിറ്റൽ സ്റ്റാഫും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ലിഫ്റ്റിൻ്റെ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിഫ്റ്റ്. കുറേ ഉണ്ട് കേട്ടോ, അങ്ങേയറ്റം വരെ ഉണ്ട്. പിന്നെ കയറി പോകണം കേട്ടോ. ഗൈസ് നമുക്ക് അങ്ങനെ വാടിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഈ വ്യക്തിക്ക് നമ്മുടെ വീഡിയോയിൽ വരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള ആനിച്ചേച്ചിക്കൊക്കെ വീഡിയോയിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. കണ്ണ് മുഴിക്കേണ്ടത്. ഇതാണ് ഷേബ. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും എല്ലാവരും നീതുവിന്റെ വീഡിയോ പറഞ്ഞോ. അങ്ങനല്ല, കമന്റ് സബ്സ്ക്രൈബ് പിന്നെ ബെൽ ബട്ടൺ. അത് മാത്രല്ല, കമന്റ് സബ്സ്ക്രൈബ് ഷെയർ എന്താ പറയാ, ലൈക്ക് പറ. ഇതെനിക്ക് നോർമൽ ബ്യൂട്ടി ഇഷ്ടം. കണ്ടോ പറഞ്ഞേട്ടാ, കമന്റ് സബ്സ്ക്രൈബ്. അങ്ങനെ ഒരു വലിയ ലോങ് ഡേ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഇതാണ് കേട്ടോ ഷെബ. അപ്പോൾ ഭയങ്കര തണുപ്പില്ല, പക്ഷെ ഇന്ന് ഇച്ചിരി കുറവുണ്ടായിരുന്നു തണുപ്പ് ഇല്ലേ? ഇന്ന് രാവിലെ ഇച്ചിരി കുറവുണ്ടായിരുന്നു തണുപ്പ്. അപ്പം നമ്മൾ 9th ഫ്ലോറിലാണ് കേട്ടോ. ഇതിന് മേളിൽ ഒരു ഫ്ലോറും കൂടെ ഉണ്ട് കേട്ടോ. അത് തെറാപ്പിയുടെ ആണ്. പിന്നെ ഏറ്റവും മേളിലുള്ള ആൾക്കാർ ഞങ്ങൾ, അതുകൊണ്ട് എപ്പോഴും ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. യെസ്, അങ്ങനെ ഒരു ലോങ് ഡേ കഴിഞ്ഞിട്ട്, ശരിക്കും ഞാൻ ലോങ് ഡേ അല്ലായിരുന്നു, ഞാൻ ഹാഫായിരുന്നു. ഷെബ ലോങ് ഡേ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. ഷെബ സൈൻ ഓഫ് ചെയ്യ്. നീത്തിന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. എന്റെ വീഡിയോ കൂടെ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യണേ. Alright, bye. See you later.